ഹായ്, ഞങ്ങളൊന്ന് പുറത്ത് പോയതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് ശിവദേവൻ്റെ സ്കൂളിലേക്കാണ്. എൻ്റെ സ്കൂളിൽ പോകാനുള്ള കാരണം അവന് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസമാണ് കേട്ടോ. പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശിവദേവിൻ്റെ അച്ഛനില്ലാട്ടോ കൂടെ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോകുന്നതാണ്. എൻ്റെ അച്ഛന് വീട്ടിലെത്തുമ്പോഴേക്കും നേരം വൈകുമെന്ന് പറഞ്ഞ കാരണമാണ് ഞങ്ങൾ വേഗം ഓട്ടോ വിളിച്ച് പോകുന്നത് കേട്ടോ. ഇപ്പോൾ 9:30 മുതൽ 12:00 വരെയായിരുന്നു പ്രോഗ്രസ് കാർഡ് കിട്ടുന്നതിൻ്റെ സമയം കേട്ടോ. പിന്നെ നേരം വൈകണ്ട എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകുന്നത്. പ്രോഗ്രസ് കാർഡ് വാങ്ങിച്ചിട്ട് സ്കൂളിൽ തന്നെ ഞങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കായിരുന്നു സനിച്ചേട്ടന്. അപ്പോൾ അങ്ങോട്ട് വന്നോട്ടുള്ള എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രസ് കാർഡൊക്കെ വാങ്ങിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ക്ലാസ് റൂമിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. സ്കൂളിൽ കയറിയപ്പോൾ തന്നെ ശിവദേവ് നല്ല സന്തോഷത്തിലായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റുമല്ലോ. അവന് 2 ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്, ജോർജ്, തശ്വിൻ, അങ്ങനെ 2 പേര് കേട്ടോ. ശിവദേവിന് മാത്രമല്ല കേട്ടോ, ലച്ചുമോൾക്ക് സ്കൂളിലെത്തിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ 2 പേരുടെ സന്തോഷം. അവരിവിടെ നല്ല കളിയാണ് കേട്ടോ. ക്ലാസ് റൂമിൽ അധികം നേരെ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ തവണ മീറ്റിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ലച്ചുമോള് ഭയങ്കര ഓളിടലാണ്. പിന്നെ ഒക്കെ തിന്ന് ശരിക്കിരിക്കില്ല, ഇറങ്ങി ഓടും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പറഞ്ഞു വിടാറാണ്. ഇന്നും അങ്ങനെ തന്നെ വേഗം പ്രോഗ്രസ് കാർഡ് തന്നു. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ടീച്ചറെ ഫോണിൽ വിളിക്കാറാണ് ചെയ്യാറ് വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനും വന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല കളിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിന് സനീഷേട്ടനും വന്നു കേട്ടോ. സനീഷേട്ടൻ്റെ വണ്ടി കണ്ടപ്പോഴേക്കിന് ഓടി ചെല്ലുന്ന ശിവദേവ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 1 മണിയായിട്ടാ. ചങ്ക് ഫ്രണ്ടിനോട് ടാറ്റ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടാ. നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ തന്നെ അടുത്താണല്ലോ ഹൈലൈറ്റ് മാൾ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ വഴി തന്നെയാണ് ഹൈലൈറ്റ് മാൾ. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇതുവരെ ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടില്ല. അവിടുത്തെ വർക്കൊന്നും ഫുള്ളായിട്ടില്ലെങ്കിലും ഫുഡിൻ്റെ ഏരിയയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. 2 ഫ്ലോറിലാണ് പണി കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് ഫുഡിൻ്റെ ഏരിയയും പിന്നെ കുറച്ച് തുണിക്കടകളും മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ടുള്ളത്. ഇന്ന് സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പം എന്നെ 1 മണിയായി. അപ്പോൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും സമയം ഉണ്ടാവില്ലെന്നൊന്നും അറിയില്ല. പിന്നെ തീരുമാനമൊക്കെ മാറ്റി ഇന്നൊന്ന് സിനിമയ്ക്ക് പോകണ്ട, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് കയറി വണ്ടി പാർക്ക് ചെയ്യുന്നത് ഏരിയയാണ് കേട്ടോ. അത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങളത് 3rd ഫ്ലോറിലെത്തി. 3rd ഫ്ലോറിലെത്തിൻ്റെ കഥയൊന്നും പറയണ്ട, ഞാൻ കൂട്ടം തെറ്റിപ്പോയി. അങ്ങനെ ഞാൻ വരുമ്പോഴും ഇവർ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഇവർ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് 3rd ഫ്ലോറിലാണ് കേട്ടോ ഫുഡിൻ്റെ എല്ലാ ഏരിയയിലുള്ളത്. ഞാൻ സാധാ മീൽസാണ് ഓർഡർ ചെയ്തത്. ശിവദേവ് പിസ്സ, സനീഷേട്ടൻ പിന്നെ ബിരിയാണി പോലത്തെ എന്തോ റൈസും, അതിൽ ചിക്കൻ കറിയുണ്ട്, പിന്നെ അതിലൊരു പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുള്ള കാരണം തോന്നുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നില്ല. പക്ഷേ പിസ്സ മാത്രം എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ എൻ്റെ സാധാ ചോറിൻ്റെ ഒരു 3/4 ഭാഗം സനീഷേട്ടൻ ഓർഡർ ചെയ്തതിൻ്റെ ഒരു 1/2 ഭാഗം ഞാൻ തന്നെയാണ് കഴിച്ചത്. എല്ലാവർക്കും അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേയുള്ളൂ. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ സമയമുണ്ടെന്ന് പറഞ്ഞു. സനീഷേട്ടൻ നേരെ തിയേറ്ററിലേക്ക് വിട്ടു കേട്ടോ. തിയേറ്ററിൽ എത്തി സിനിമ എന്തായാലും തുടങ്ങിയിട്ടുണ്ടായി. സ്റ്റീഫൻ്റെ ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അവനെ പിടിച്ച കിട്ടില്ലടോ ആ ജതിൻ രാമദാസിനെ. സനീഷേട്ടൻ ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടതാണ് കേട്ടോ. ഈ സിനിമ ഇൻ്റർവെൽ വരെ കണ്ടുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഫുള്ളായിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ പോയ ആൾക്കാരാണ് ഈ വരുന്നത്. സിനിമ തുടങ്ങിയിട്ടാണ് കയറി വരുന്നത് അച്ഛനും മോനും. അങ്ങനെ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. പുറത്ത് പൊരിഞ്ഞ മഴ അത് കുറഞ്ഞ മഴ മാത്രമല്ല, ഇടിവെട്ടും മിന്നലും പൊരിഞ്ഞ മഴയും.
അങ്ങനെ അവിടുന്ന് പിന്നെ വേറെ അങ്ങോട്ടും പോയില്ല, നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഒരു ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. അങ്ങനെ ഞാൻ മെയിനായിട്ട് പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കാനാണല്ലോ പുറത്ത് പോയത്. അപ്പോൾ വീട്ടിലെത്തി പ്രോഗ്രസ് കാർഡെല്ലാം നോക്കുമായിരുന്നു. ഇവർ പഠിക്കുന്ന സ്കൂളിൽ LKG എക്സാം ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രോഗ്രസ് കാർഡിൽ മാർക്കോ ഗ്രേഡോ ഒന്നുമല്ല, അവർ ഫുള്ളായിട്ടുള്ളൊരു അസസ്മെൻ്റാണ്. ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ളൊരു അസസ്മെൻറ്റ് മാത്രമാണ് കേട്ടോ അവർ പ്രോഗ്രസ് കാർഡിലുള്ളത്. പിന്നെ ഈ ഒരു ഫയൽ നമ്മൾ മുന്നേ കൊടുത്തതായിരുന്നു. തിരിച്ച് തരുമ്പോൾ അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ആക്ടിവിറ്റീസിൻ്റെ കുറച്ച് ബുക്ക് ഉണ്ട് വെക്കേഷൻ്റെ സമയത്ത് ചെയ്യാനുള്ളത്. പിന്നെ അവരുടെ ക്ലാസ് ഫോട്ടോ ഒന്നും നമുക്ക് മുന്നേ തന്നിട്ടില്ല. നമ്മൾ കാശ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാശ് കൊടുത്ത് വിട്ടാൽ തന്നെ ടീച്ചേഴ്സ് അവരുടെ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ് കഴിയാറായത് സമയത്ത് ആയതുകൊണ്ടാണ് അതൊന്നും തരാതിരുന്ന ഫയലിൽ വെച്ചിട്ട് സേഫായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അവരെ പ്രോഗ്രസ് കാർഡിൽ കണ്ടില്ലേ, അവർ സ്പെഷ്യൽ ഡേക്ക് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. സ്കൂളിൽ വെച്ചിരുന്ന ബുക്കും സ്കെച്ച് പെന്നെല്ലാം ക്ലാസ്സിൽ തീരുന്നതിന് മുന്നേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പമ്മിയാളാണ് ഇതൊക്കെ, നാണാത്തീറ്റ ഇതൊക്കെ നാണ. ഇത് നച്ചിത്, ഇത് നച്ചില്ല, ഇത് നച്ചിതു, ഇതൊക്കെ നാച്ചില്ല. ടീച്ചറല്ല ഈ ബുക്കല്ല വേറെ, ഈ ബുക്കാണ് വേറെ. ആപ്പിൾ കളർ കൊടുത്തില്ല. ഇത് പഴക്കണം, ഇത് വേണ്ട, ഇത് രണ്ട് മതി. നല്ല മത്സരം കള കൊടുക്കണം അമ്മ പ്ലീസ്. ഇത് കളർ കൊടുക്കാൻ പോകാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.